പേര് രാഹുൽ എന്നാണ്. രാഹുൽ അയ്യാർ. സ്ഥലം ഇവിടെ മലപ്പുറം കോഴിക്കോട് ബോർഡറാണ്. നമ്മൾ വൈതരങ്ങാടി എന്ന് പറയുന്ന സ്ഥലമാണ് മലപ്പുറത്തിന്റെ എൻഡ് ആയിട്ട് വരുന്നത്. അതിനടുത്ത് തന്നെയാണ് പെരിങ്ങാവ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് എന്റെ വീട്. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 2011 പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. 2011 തന്നെ ക്യാമ്പസ് സെലക്ഷൻ വഴി എനിക്ക് ഞങ്ങളെ കോളേജിൽ നേരിട്ട് ഒരു കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെ 2 കൊല്ലത്തോളം ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഞാൻ അങ്ങനെ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏത് മേഖലയിലും വർക്ക് ചെയ്യുമ്പം അവിടെ നിന്ന് കിട്ടാവുന്ന അറിവുകളും ആ മേഖലയെ കുറിച്ച് മാത്രമല്ല നമ്മളുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും നമുക്ക് രൂപപ്പെടുന്നത് നമ്മൾ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളിലൂടെയാണ്. അപ്പം ഒരു കോർപ്പറേറ്റ് ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം ആ 2 കൊല്ലം എനിക്ക് ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഒരു കോർപ്പറേറ്റ് ലൈഫിലെ ടെൻഷനുകൾ, പ്രഷറുകള്, നമുക്ക് ടാർഗറ്റുകള്, നമ്മളെപ്പോഴും നമ്മളൊരു ബോസിന് വേണ്ടി ഓടുന്ന ഒരു ആളായിട്ട് മാത്രം നിൽക്കുന്ന ഒരവസ്ഥയാണ് ഏതൊരു കോർപ്പറേറ്റ് കമ്പനിയിലും ഉണ്ടാവുക. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഏതായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും അവിടെ ഒരു സാഹചര്യം കിട്ടിക്കൊള്ളണില്ല. അവര് നമുക്ക് സാലറി തരും. ആ സാലറിക്ക് വേണ്ടി ഓടുന്ന ഒരു യന്ത്രങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് നമ്മൾ അവിടെ തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1-2 വർഷക്കാലം കൊണ്ട് ആ ഒരു ജീവിതം മടുത്തൊരവസ്ഥയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പിന്നെ വീണ്ടും പുതിയൊരു കരിയർ ബിൽഡ് ചെയ്യുന്നുള്ളൊരു ആശയത്തോട് കൂടിയിട്ട് വീണ്ടും ആ ജോലിയിൽ നിന്ന് തിരിച്ചു വന്ന് പഠനത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ എംടെക് ചെയ്തു. എംടെക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എംടെക് 2 കൊല്ലം കഴിഞ്ഞ് 2015 ഇപ്പൊ കഴിഞ്ഞ് 16 ആകുമ്പോഴേക്ക് എംടെക് കംപ്ലീറ്റ് ആക്കി. കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലിക്ക് കയറാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി. അങ്ങനെ ആ ജോലിയിൽ നേരെ ടീച്ചിങ് ഫീൽഡിലേക്കാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ടീച്ചിങ് ഫീൽഡിൽ കടന്നു വന്ന് 2016 മുതൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കുട്ടികൾക്ക് എഞ്ചിനീയറിംഗും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ തന്നെ എനിക്ക് ആകാശവാണിയിലെ അനൗൺസറായിട്ട് ഒരു സെലക്ഷനും കിട്ടി. ഓഡീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കോഴിക്കോട് ആകാശവാണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബീച്ചിലുള്ള ഒരു നീല കളർ പെയിന്റ് അടിച്ച ഒരു ബിൽഡിങ്. അപ്പൊ അവിടെ നമ്മൾ പണ്ട് തൊട്ടേ കുട്ടിക്കാലം തൊട്ടേ റേഡിയോ കേൾക്കുന്ന ആളുകളാണ്. അപ്പോ അങ്ങനെ റേഡിയോയിൽ അനൗൺസർ ആവണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അങ്ങനെ ആഗ്രഹിച്ച സമയത്ത് ഭാഗ്യവശാല് അങ്ങനെ റേഡിയോയിൽ ഒരു പരസ്യം കണ്ടു, കാഷ്വൽ അനൗൺസേഴ്സിന് ആവശ്യമുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഈ ഒരു മേഖല അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് ഓഡീഷൻ കാര്യങ്ങളൊക്കെ പോയി. ഓഡീഷൻ കിട്ടി, സെലക്ഷൻ കിട്ടി. 2017 മുതൽ കോഴിക്കോട് ആകാശവാണി സജീവമായിട്ട് അനൗൺസ്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഉണ്ടാവില്ല, ആഴ്ചയിൽ 1-2 ഡ്യൂട്ടിയൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. കാഷ്വൽ അനൗൺസർ എന്നുള്ള പോസ്റ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള എന്താണോ ആ മേഖലയിലേക്ക് തന്നെ നമ്മളെ എത്തിക്കാൻ ഈ പ്രപഞ്ചം നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കാത്തത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നല്ല കംഫർട്ടായിട്ട് അങ്ങനെ കോളേജിലെ ജോലിയും അനൗൺസ്മെന്റ് ജോലിയും എല്ലാം കൂടിയായിട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം 2017 സമയത്താണ് ഈ ഒരു അവസരം ഞാൻ കേൾക്കുന്നത്. എന്റെ സുഹൃത്ത് മുഖാന്തരം, എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ശരത്ലാൽ സാറ് മുഖാന്തരമാണ് ഈ ഒരു അവസരത്തിലേക്ക് ഞാൻ കേൾക്കുന്നത്. അവസരം എന്താണെന്നുള്ള പരിചയപ്പെടുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അനൗൺസ്മെന്റ് ജോലിയുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ വരുമാനമോ അല്ലെങ്കിൽ വേറൊരു മേഖലയിലേക്ക് വരുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മളെല്ലാവരും ഈഗോ ഉള്ള ആളുകളായിരിക്കും. ഞാൻ എന്റെ സുഹൃത്ത് വന്നപ്പോൾ ഞാനിപ്പോ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, അപ്പൊ എന്തിന് ഞാനിപ്പോ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പം എനിക്ക് എന്റെ ആവശ്യമില്ല, ഞാൻ അവൻ ഒഴിവാക്കി വിടുക ചെയ്തത്. അങ്ങനെ 2017 കഴിഞ്ഞു, 2018 കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് തവണ എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ളൊരു മെന്റാലിറ്റി ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. അങ്ങനെ മുന്നോട്ട് പോയി. ഏകദേശം കൊറോണ വന്ന സമയത്ത് 2020 ലോക്ക്ഡൌൺ ഒക്കെ വന്ന സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചൊക്കെ ബോധവൽക്കരണം, അല്ലെ, നമുക്ക് സ്വയം പ്രതിരോധത്തെ കുറിച്ചും ഒക്കെ ഒരു ബോധവൽക്കരണം ഉണ്ടായിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 2020 അവൻ വീണ്ടും വന്ന് നിർബന്ധിച്ചിട്ടുള്ള സമയത്ത് എനിക്കാണെങ്കിൽ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഗ്യാസ് അത് കാരണം ഉണ്ടായിരുന്നു.
ഏകദേശം പറയുകയാണെങ്കിൽ 2005 മുതൽ ഏകദേശം എനിക്കൊരു 15 വയസ്സ് മുതൽ തന്നെ ഈ മൈഗ്രെയിൻ എന്നുള്ള ഒരു തലവേദനയുടെ പ്രശ്നം ഉണ്ടാവായിരുന്നു. 15 വയസ്സ് തൊട്ടിട്ട് എല്ലാ മാസങ്ങളിലും എന്നുള്ള രീതിയിൽ തന്നെ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ വരുന്ന രീതിയിൽ തന്നെ തലവേദനയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് കുറെ കാലം അലോപ്പതി മെഡിസിൻസും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ അലോപ്പതി കഴിച്ചു, പക്ഷെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, പിന്നെ അത് ഒരു ശീലം എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നു. അപ്പൊ ആ സമയത്താണ് ഈ ഗ്യാസ്ട്രബിൾ അസിഡിറ്റി നമ്മുടെ ലിവഗെയിൻ എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഷെർച്ചാർ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ കൊറോണ സമയത്ത് വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 3 മാസം കണ്ടിന്യൂസ് കഴിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ അത് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് നല്ലൊരു മാറ്റം, എന്റെ ദഹനം കറക്റ്റ് ആവുകയും മറ്റു ദഹനക്കേടുകൾ, ഗ്യാസ്ട്രബിളിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറിക്കിട്ടി. സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് നമ്മളുടെ പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് അവർക്കും നല്ല റിസൾട്ടാണ് ഫീഡ്ബാക്ക് ആയിട്ട് കിട്ടുന്നത്. അവർക്ക് കൊടുത്ത ആളുകൾക്കൊക്കെ പല പ്രശ്നങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന 2-3 മിസ്സുമാർക്ക് രക്തക്കുറവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഹീമോഗ്ലോബിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ ഫീലിംഗ് അയണാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫീലിംഗ് അയണിന്റെ 1-2 ബോട്ടിൽ കഴിച്ചപ്പോഴേക്കും അവർക്ക് നല്ല റിസൾട്ട് കിട്ടി. പിന്നെ സ്കിൻ അലർജി പോലത്തെ പ്രശ്നങ്ങളുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് നമ്മുടെ ആന്റി അലർജി പോലത്തെ പ്രൊഡക്റ്റുകളും കവചപ്രാശവും കൊടുത്ത സമയത്ത് അവർക്കും നല്ല റിസൾട്ട് കിട്ടി. അങ്ങനെ കൊടുത്തവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടും, പിന്നെ ശ്വാസമുട്ടൽ പോലത്തെ പ്രശ്നങ്ങൾക്ക് ആസ്മ ഉള്ള 1-2 ആളുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ആയുഷ്വാസ് പോലത്തെ പ്രൊഡക്റ്റുകൾ കൊടുത്ത സമയത്ത് അതും നല്ല റിസൾട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയപ്പം ഇതിലേക്കുള്ള വിശ്വാസം വളരെയധികം വർദ്ധിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കൊള്ളാലോ, ഇത് എന്തുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ 2023 കൂടിയിട്ടാണ് ഈ ബിസിനസ് ഒരു പ്രൊഫഷണലായിട്ട് കാണാനും ഏറ്റെടുക്കാനും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, അപ്പൊ ഞാൻ നമ്മുടെ ലൈഫിനെ കുറിച്ചും നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ കുറിച്ചൊക്കെ നമ്മുടെ ട്രെയിനിങ്ങിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു ജോലി ചെയ്തുകൊണ്ട് ഇന്നേ വരെ ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല. നമുക്ക് ജീവിച്ച് കഞ്ഞി കുടിച്ച് തട്ടിമുട്ടി ജീവിച്ച് പോവാം, ആ ഒരു ലെവല് മാത്രം അല്ലെ. ഏത് ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ, അവരൊരു വീട് വെച്ചിട്ടുണ്ടാവും, കാറ് വാങ്ങിയിട്ടുണ്ടാവും, അങ്ങനെ ജീവിച്ചു പോവാം. EMI ബേസ്ഡ് ലൈഫ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ആ സമയത്ത് നമ്മളുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാല് നല്ല ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കുന്ന, എല്ലാ ലക്ഷറികളും ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളെല്ലാം ബിസിനസ്സുകാരാണ്, കച്ചവടക്കാരാണ്. കച്ചവടം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. കച്ചവടത്തിലൂടെ മാത്രമേ രാജ്യത്തിന്റെ GDP കൂടുന്നുള്ളൂ, അല്ലെ, രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നുള്ളൂ. സാധാരണക്കാർക്ക് വരുമാനം സാധാരണക്കാരുടെ കയ്യിലേക്ക് വരുമാനം വരുമ്പോഴാണ് ഒരു രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് അനേകായിരം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരം കൊടുക്കാനുള്ളൊരു അവസരമാണ് നമ്മളുടെ കൈകളിലേക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളിത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന, നല്ല വരുമാനം ആഗ്രഹിക്കുന്ന, നല്ല സ്വപ്നങ്ങളുള്ള ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇത് എന്നുള്ള തിരിച്ചറിവുണ്ടായി. മാത്രമല്ല ഒരുപാട് പേരുടെ ജീവിത പ്രശ്നങ്ങൾക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനായിട്ട് നമുക്ക് മാറാൻ കഴിയും എന്നുള്ളൊരു തിരിച്ചറിവും കൂടി ഉണ്ടായി. അതെല്ലാം നേരിട്ടുള്ള ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് വഴി തന്നെയാണ് ഞാൻ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ നേരിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്ക് വിശ്വാസ്യത കൂടുകയും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം കിട്ടുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയില്ലെങ്കിൽ കൂടിയും ഞാൻ വളരെ എന്താ പറയാ, അത്ര സീരിയസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും എന്റെ കിട്ടുന്ന സമയങ്ങളും എന്റെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യുക, ആളുകളുടെ അടുത്ത് നല്ല രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, അത്ര ചെയ്യുന്നത്. ഞാൻ എന്നെ കുറിച്ച് തന്നെ വിലയിരുത്തുന്ന സമയത്ത് ഞാൻ അത്ര ഫുൾ ടൈം ആയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടൊന്നും ഞാൻ ബിസിനസ് ചെയ്യുന്നില്ല. എന്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് സമയം കണ്ടെത്തി മാത്രം അങ്ങനെ ഒരു പതുക്കെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചു. അപ്പോ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളതും ഇപ്പൊ ഞാനിപ്പോ DTC വലിയ റാങ്ക് ഒന്നല്ല, NTC ലീഡേഴ്സ് എല്ലാവരും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോ അവരുടെ മുന്നിൽ നോക്കുമ്പോൾ DTC എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു റാങ്ക് ആണ്. പക്ഷേ എന്നെ വിളിച്ചിട്ടുണ്ടാവുക എന്റെ ഈ ഒരു പ്രൊഫഷണൽ ഈ മേഖല വിട്ടുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന ആള് എന്നുള്ള രീതിയിലായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക. അപ്പം അതന്നെയാണ് അവിടെ നമ്മൾ തിരിച്ചറിവാണ് പ്രധാനം. ഈ ബിസിനസ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, പക്ഷെ ഇത് മനസ്സിലാക്കാനും ഏറ്റെടുക്കാനുള്ള ഒരു തിരിച്ചറിവ് ആളുകൾക്ക് ഉണ്ടാവുക എന്നുള്ളത് അത് എന്താ പറയാ, ഒരു നിയോഗമാണ്, ഈശ്വര നിശ്ചയമാണ്. ഇപ്പം എല്ലാവരും ലോകത്തിലെ എല്ലാവരും രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? ഇല്ല. ദൈവം അതിനുള്ള സാഹചര്യമല്ല. ലോകത്ത് നല്ലത് ചീത്തത് എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക, അല്ലെ. അപ്പോ പല ആളുകളുടെയും ചിന്താ രീതികൾ വ്യത്യസ്തമായിരിക്കും.
നമ്മൾ ചിന്തിക്കുന്ന അതേപോലെ മറ്റുള്ളവർ ചിന്തിച്ചോളണമെന്നില്ല. അപ്പം നമ്മളുടെ അതേ ഫ്രീക്വൻസിയിൽ അതേപോലെ ചിന്തിക്കാവുന്ന നല്ല സ്വപ്നങ്ങളുള്ള, ആഗ്രഹങ്ങളുള്ള, ലക്ഷ്യങ്ങളുള്ള, ജീവിതത്തിൽ വലിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ അവരെ കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ശരിക്കും ഈ ബിസിനസ്സിൽ ചെയ്യുന്നത്. അല്ലാതെ എല്ലാവർക്കും ഇത് കൊടുത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടോളണമെന്നോ എല്ലാവരും ഇത് നന്നായിട്ട് ഏറ്റെടുത്തുകൊള്ളണമെന്നോ ഒന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. നമുക്കറിയാം, നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ആണ് നടക്കേണ്ടത്, അല്ലെ? നമ്മൾ എന്താണോ ചെയ്തത് അതേ കാര്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇന്നലത്തെ ട്രെയിനിങ് ബെല്ലി സാർ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ബെല്ലി സാറ് ട്രെയിനിങ്ങിൽ പറഞ്ഞത് അത് തന്നെയാണ്. നമുക്കിവിടെ പാസീവ് ഇൻകം എന്നുള്ള ലെവലിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് നമ്മളെപ്പോലെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് നമ്മൾ കുറെ അരിച്ചെടുത്ത് ഫിൽട്ടർ ചെയ്യുന്ന പോലെ ഒരുപാട് ആളുകളെടുത്ത് എത്തിച്ച് അതിൽ നിന്നായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ ആളുകളൊക്കെ നല്ല ലീഡേഴ്സ് ആയിട്ട് ലീഡർഷിപ്പിലേക്ക് വരുന്നുണ്ടാവാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പം നമ്മുടെ ബിസിനസ് നന്നായിട്ട് ബൂം ചെയ്യും, ചിലപ്പോൾ ബിസിനസ് കുറച്ച് മോശമായിരിക്കാം. ഇങ്ങനെ ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും ബെല്ലി സാർ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇത് വിട്ടുപോവാതെ ഇതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഈ ബിസിനസ്സിൽ നമുക്കൊരു ബോസോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റോ കാര്യങ്ങളോ ഒന്നും കമ്പനി നമുക്ക് തരുന്നില്ല, അല്ലെ? ഇന്ന് എത്ര സെയിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര വരുമാനം ഉണ്ടാക്കണമെന്നോ ഒന്നും നമുക്ക് നിർബന്ധിച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുമില്ല. നമ്മളാണ് നമ്മളുടെ ബോസ്. അപ്പം ആ ഒരു ബോസ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ശേഷി വളരെ കുറവാണ്. ആരെങ്കിലുമൊക്കെ എപ്പോഴും നമ്മളെ മുന്നിൽ നിന്ന് നയിക്കാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ ഓരോ ദിവസം എന്നുള്ള രീതിയിൽ തരാനൊക്കെ ഉണ്ടാവാൻ മാത്രമേ ആളുകൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു സ്വയം ബോധ്യം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം ഇന്ന് ഈ മോർണിംഗ് മീറ്റ് പോലത്തെ കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആളുകളുടെ മനസ്സ്, നമ്മളിപ്പോ ആർക്കും സാലറി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആർക്കും ബോണസോ കാര്യങ്ങളോ അവരുടെ ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. കമ്പനിയുടെ സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സിസ്റ്റം മനസ്സിലാക്കുക, ആളുകൾ ആ സിസ്റ്റത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വർക്കാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട്. പ്രൊഡക്റ്റ് നമുക്കറിയാം ഓൾറെഡി ഏറ്റവും ക്വാളിറ്റി ഉള്ള, ഏറ്റവും നല്ല, ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആയുർവേദിക് വെൽനസ് കാറ്റഗറി പ്രൊഡക്റ്റ് കമ്പനി നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതില് നമുക്ക് ആയുഷ് പ്രീമിയം മാർക്കുള്ള ഏകദേശം 26ഓളം ഉൽപ്പന്നങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാനില്ലാത്ത ലെവലിലുള്ള പ്രൊഡക്റ്റുകളും ഉൽപ്പന്നങ്ങൾ, അതും നമുക്ക് വേണ്ട സാധാരണക്കാരന് വേണ്ട ഏറ്റവും കുറഞ്ഞ വിലയ്ക്കുള്ള വീട്ടിലേക്ക് വേണ്ട ഹോം കെയർ ഉൽപ്പന്നങ്ങൾ, പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള വലിയൊരു സെക്ടറാണ് നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് വേവലാതിപ്പെടുകയോ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ആകുലതപ്പെടുകയോ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതെല്ലാം കമ്പനി ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന, ഇതിന് വേണ്ടിയിട്ട് ഇത് ഈ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. റിക്രൂട്ട്മെന്റ് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഇപ്പൊ റീറ്റെയിൽ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഡെയിലി ബേസ്ഡ് വരുമാനം ഉണ്ടാക്കാം. പക്ഷെ അതെന്താണ്, നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുന്ന പോലെ തന്നെ മാത്രമേ ഉള്ളൂ, അല്ലെ? നമ്മൾ ഇറങ്ങിയിട്ടില്ല, നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വരുമാനവും കിട്ടാത്ത അവസ്ഥയായിട്ട് മാറും, അല്ലെ? ബിസിനസ്സുകാരെല്ലാവരും ചെയ്യുന്നത് അവർക്കൊരു പാസീവ് ഇൻകം, അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും അല്ലെങ്കിൽ അവരില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും അവരുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് വരുമാനം എത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. തട്ടിമുട്ടി ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ആരും ബിസിനസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല, അല്ലെ? നമ്മുടെ തലമുറയ്ക്ക് കൈമാറാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു അസറ്റ്, നമ്മളെ തലമുറ നമ്മളെ ഓർക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ ലെവലിലേക്ക് വളരണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് നമുക്ക് ഒന്നുകിൽ നല്ല കടബാധ്യതകൾ, നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മുന്നിൽ ഒരുപാട് വലിയ കടബാധ്യതകളുണ്ട്, അത് തരണം ചെയ്യാൻ ഒരു ജോലി കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് നല്ല ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ ടൂർ പോകണം, പല രാജ്യങ്ങൾ സന്ദർശിക്കണം, ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം, വലിയ വീട്, ബംഗ്ലാവുകള്, നല്ല ലക്ഷറി കാറുകള്, ഇതുപോലെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നേടിയെടുക്കാനുള്ള അവസരമാണ് നമുക്ക് കമ്പനി തന്നിട്ടുള്ളത്. നെക്സസ് എന്നുള്ള വലിയൊരു പ്രോഗ്രാമിൽ ഇതിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. നമുക്കറിയാം ഏകദേശം 12,000-ഓളം ആളുകൾ പങ്കെടുത്തിട്ടുള്ള വലിയൊരു പരിപാടി. ആ ഒരു ഹാളില് നിന്നിട്ട് പോലും അത്രയും 1 മണി മുതൽ രാത്രി 11 മണി വരെ നിന്ന ആളുകളൊക്കെ ഉണ്ട്. അത്രയ്ക്ക് ത്യാഗം സഹിച്ചിട്ട് വരെ ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള
ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഈ അവസരം കൊടുക്കുക എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോലി മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ അത് ആത്മാർത്ഥതയോട് ശക്തമായിട്ട് ചെയ്യുക. അപ്പൊ നമ്മളുടെ കൂടെ വരുന്ന ഓരോ ആളുകളെയും നമ്മൾ ഓർഗനൈസേഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി മുഖാന്തരം പുതുതായിട്ട് എത്ര വ്യക്തികൾ കടന്നു വരുന്നോ, എത്ര ആളുകൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആവും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവും, നമ്മളുടെ ടേൺ ഓവർ ഏത് രീതിയിൽ വർദ്ധിക്കും എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓർഗനൈസേഷൻ 1, 2 എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറയുന്നത്. ഓരോ ആളുകൾക്കും 2 ഓർഗനൈസേഷനാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന 2 വ്യക്തിത്വങ്ങളെ, 2 ഓർഗനൈസേഷൻസ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ തന്നെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതിലേക്ക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും എത്തുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനം ഫോളോ അപ്പും നമ്മളുടെ കൺസിസ്റ്റൻസിയാണ്, സ്ഥിരത. അപ്പൊ പല ആളുകൾക്കും ഒരാളോട് ഒരു തവണ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമതൊരു തവണ അയാളോട് അത് പറയാൻ മടിയാണ്. ഇങ്ങനത്തെ പല സ്വഭാവങ്ങളും, അതൊക്കെ സാധാരണ രീതിയിൽ ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഇടുങ്ങിയ ഒരു ലക്ഷ്യബോധവും ഇടുങ്ങിയ മെന്റാലിറ്റിയും ഒക്കെ ഉണ്ടാവാം. നമുക്ക് വലിയ ലക്ഷ്യമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ മറ്റുള്ളവരുടെ ആളുകളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം സൃഷ്ടിക്കുന്ന ഒരു മേഖലയിലാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വലിയ വരുമാനം എത്തിച്ചു കൊടുക്കാൻ, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അല്ലാതെ അവരെ പിടിച്ച് കുഴിയിലേക്ക് ചാടിക്കാനോ അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ കൊണ്ടുവരാനോ അല്ലല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അവരുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് 2, 3, 4, 10, 15 തവണ നമുക്ക് അവരെ ഒന്ന് സമീപിച്ചുവിടാം, അവരെ ഫോളോ അപ്പ് ചെയ്തുവിടാം. ഇങ്ങനെ നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് നമ്മളെക്കാളും ആവേശമുള്ള, നമ്മളെക്കാളും ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളെ നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഏകദേശം 2017 ഈ അവസരം കേട്ടിട്ട് ഞാൻ ഇതിലേക്ക് വരാൻ വേണ്ടി ഏകദേശം 2023 ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും കാലത്തോളം എന്റെ സുഹൃത്ത് എന്റെ പിന്നാലെ നടന്ന് വരൂ എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നുകൊണ്ട്, അപ്പൊ ഞാൻ വന്നതിന് ശേഷം വളരെ ഫാസ്റ്റ് ആയിട്ട് അദ്ദേഹം ഇപ്പം STC റാങ്കിലേക്ക് കടന്നു. അപ്പൊ അതുപോലെ നമ്മളെക്കാളും കഴിവുള്ള, നമ്മളെക്കാളും മികച്ചതായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സ്ട്രെങ്ത് ഉള്ള ആളുകളെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ, അതിനു വേണ്ടിയിട്ട് എത്ര കാലം പുറകെ നടന്നാലും കുഴപ്പമില്ല. അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങളാവും ഉണ്ടാവും. അപ്പൊ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ എല്ലാവരെയും കാണുകയും എല്ലാവരോടും നല്ല രീതിയിൽ അവരുടെ ഫോളോ അപ്പ് വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ട്, ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ളൊരു ബോധ്യം അവരിലേക്ക് ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നിപ്പോ എന്റെ കൂടെ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് ലേഡീസ്, അതില് 60-ന് മുകളിൽ വയസ്സുള്ള ഒരുപാട് ആളുകൾ വരെയുണ്ട്. അപ്പം പല ആളുകൾക്കും 60-ഉം 70-ഉം വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടെന്നും അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ള ബോധ്യം വരുന്നത് ഇത്രയും വയസ്സ് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് പ്രായമൊന്നും ഇവിടെ ഒരു തടസ്സമല്ല. അപ്പോ ആ ആളുകളുടെ മനസ്സും ആളുകളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു തിരിച്ചറിവ് നമ്മളുടെ ആളുകളിലേക്ക് സ്വപ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. വലിയ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്, നമുക്കും നല്ല വീടും നല്ല കാറും നല്ല സൗകര്യങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള അവകാശവും എന്താ പറയാ, അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് ശരിക്കും നമ്മൾ ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ബിസിനസ് വളരെയധികം ഭൂമിയും. അപ്പൊ ഇതിന്റെ നമുക്കറിയാം 2025 ഫെബ്രുവരി 19-നാണ് കേരളത്തിൽ ഇത് ഔദ്യോഗികമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത്. അപ്പൊ ആ ഒരു പ്രോഗ്രാമിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അവിടെ നിന്നൊക്കെ കിട്ടുന്ന അറിവ്, അല്ലെങ്കിൽ നമ്മളുടെ എന്ത് മാറ്റമാണ് നമുക്ക് ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതില് നശിക്കാത്ത വിശ്വാസം ഉണ്ടാവുക എന്നുള്ള കാര്യം മാത്രമാണ്. നമ്മളിപ്പോ ഏത് ട്രെയിനിങ് എന്ത് അറ്റൻഡ് ചെയ്തിട്ടോ നമ്മുടെ ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കഴിഞ്ഞാലും 1, 2 നെഗറ്റീവ്സ് നമ്മുടെ ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ഇൻകം കുറച്ച് കുറയുന്ന സമയത്തോ നമുക്ക് എന്താക്കാം, ഈ ഒരു അവസരം വിട്ടുപോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഇൻകം കുറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഇതിപ്പോ ഇങ്ങനെ ചെയ്തിട്ട് എന്ന് രക്ഷപ്പെടാനാ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പം മറ്റുള്ളവർക്ക്, നമ്മുടെ മുകളിലുള്ള ആളുകൾക്ക് വരുമാനം കിട്ടാന്നല്ലാതെ വേറെന്താ ഗുണം, ഇങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവ് ചിന്താഗതി നമ്മളുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് പലരും ഇത് വിട്ടുപോകുന്നത്, ഇത് വേണ്ട, ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരമാണെന്നും
നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ വേറെ ഒരു ബസ്സില്ല, ഇത് നമ്മുടെ ലാസ്റ്റ് ബസ്സാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇതിനെ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതിലൂടെ രക്ഷപ്പെടാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഏതൊരാൾക്കും ഏതൊരു മേഖലയിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ചില ക്വാളിറ്റികൾ വേണമല്ലോ. ക്വാളിറ്റി ഇല്ലാത്തവർ അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്തവരാരും ഈ ലോകത്തിൽ വിജയിക്കുന്നില്ല. അവരെല്ലാവരും വിജയിച്ച ഏതൊരാളെ എടുത്തു കഴിഞ്ഞാലും അവര് അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ മൂല്യം തെളിയിച്ചിട്ടുള്ള ആളുകളാണ് വിജയിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉസൈൻ ബോൾട്ട് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള ഓട്ടക്കാരനാണ് അല്ലെ. നമ്മള് അദ്ദേഹത്തെ അറിയുന്ന എപ്പോഴാണ്? ആ ഒരു 100 മീറ്റർ 6 മിനിറ്റോ 8 മിനിറ്റോ 8 സെക്കൻഡോ കൊണ്ട് അദ്ദേഹം ഓടിത്തീർത്തു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മനുഷ്യനായിട്ട് അദ്ദേഹം മാറിയ സമയത്താണ് നമ്മൾ അദ്ദേഹത്തെ അറിയുന്നത്. ഉസൈൻ ബോൾട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാണ്. പക്ഷെ ആ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാവാൻ വേണ്ടിയിട്ട് ഏകദേശം 5-6 വയസ്സ് മുതൽ അദ്ദേഹം തുടങ്ങിയ ട്രെയിനിങ് ആണ്. ഏകദേശം 10-18-20 വയസ്സോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ചാമ്പ്യൻ എന്നുള്ള ലെവലിലേക്ക് അദ്ദേഹം മാറിയിട്ടുള്ളത്. അപ്പൊ അത്രയും കാലം അദ്ദേഹം ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. അതൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല അല്ലെ. അദ്ദേഹം ഓടുന്ന ഓട്ടങ്ങളോ ട്രെയിനിങ്ങുകളോ രാവിലെ എണീക്കുന്നതോ വർക്കൗട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല. വിജയിച്ചു കഴിഞ്ഞാൽ വിജയികളെ നമ്മൾ ആരാധിക്കുകയും അവരെ കൈയടിക്കുകയും ചെയ്യും. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവരെടുത്തിട്ടുള്ള ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ട് അവരെടുത്തിട്ടുള്ള വേദനകൾ, അതൊന്നും നമ്മൾ ആരും കാണുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താണ് വലിയ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെറിയ വേദനകൾ, ഇവിടെ നമുക്ക് കാര്യമായിട്ടുള്ള വേദനയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവം മാത്രമാണ്. നമുക്ക് സ്വയം വിശ്വാസമില്ലാതെ ഇതിൽ വിജയിക്കില്ല എന്നുള്ള തോന്നലോട് കൂടിയിട്ട് നമ്മൾ ഉപേക്ഷിച്ച് നിർത്തി പോവുക മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ട് വളരെ ആവേശത്തോട് കൂടിയിട്ട് എത്ര ആളുകളല്ലേ, കോടിക്കണക്കിന് ആളുകളെ ദിവസവും നമ്മളുടെ കൺമുന്നിലേക്കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ സാധ്യതയില്ലാന്നോ ഈ ഒരു ബിസിനസ്സിൽ വളർച്ചയില്ലാന്നോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റിദ്ധാരണയാണ്, നമ്മളുടെ മാത്രം അറിവില്ലായ്മയാണ്. ലോകത്ത് മുഴുവൻ വലിയ കമ്പനിയായിട്ട് അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്താൻ പോകുന്ന സാഹചര്യം കമ്പനി ഒരുക്കി തരുമ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ ബിസിനസ് നടക്കൂ എന്നും അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മാത്രം തെറ്റിദ്ധാരണയാണ് അല്ലെ. ഇതിലൂടെ ഏറ്റെടുക്കുന്ന രക്ഷപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആളുകളെ വരുന്ന വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. വലിയ വീടുകളും വലിയ അച്ചീവ്മെന്റും ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ എല്ലാ പ്രദേശങ്ങളിലും വരുന്ന സാഹചര്യം. ആ ഒരു മാറ്റം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എവിടെ നിൽക്കണം, നമ്മളതിൽ ആരായിരിക്കണം എന്ന് നമ്മൾക്ക് ഇപ്പോഴേ വിഷണറി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിയിരിക്കും, തീർച്ചയായിട്ടും അവിടെ എത്തിയിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അല്ലെ. നെക്സസ് പ്രോഗ്രാമിലൂടെ നിരവധിയായിട്ടുള്ള മോഹൻ സാറിന്റെ ഒക്കെ എക്സ്പീരിയൻസ്, ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഇന്നിപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ഷനും സ്റ്റൈലൊക്കെ അവിടെ നേരിട്ട് വന്ന് കേട്ട ആളുകൾക്ക് മാത്രമാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ്, ഇപ്പൊ ഫീസ് കൂടുതലാണെന്നോ അല്ലെങ്കിൽ ദൂരം കൂടുതലാണോ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് കമ്പനി എന്തൊക്കെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ടോ അവിടേക്കൊക്കെ എത്തിപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അറിവുണ്ടാക്കുക. നമ്മുടെ മനോഭാവം മാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലെ അറിവുകളും നമ്മളുടെ കാഴ്ചപ്പാടുകളിലും മാറ്റം വരുത്തണം. അതിന് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾക്കും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്കും മാത്രമേ സാധിക്കുള്ളൂ. ചിലപ്പോൾ അതിലെ ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ ആ എക്സ്പീരിയൻസ് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ട വേറെ ആരുടെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം എത്രയാണ് ഒരു 50-ൽ കൂടുതൽ ലീഡേഴ്സ് അല്ലെ, ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ആളുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു നെക്സസ് പ്രോഗ്രാം. അപ്പൊ ഇത്രയും ആളുകളുടെ എക്സ്പീരിയൻസ് പലർക്കും പലതായിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുക. അതായത് നമ്മളുടെ ജീവിതത്തിലായത് എനിക്കും അദ്ദേഹത്തിന് ഇത് സാധിക്കുമെങ്കിൽ എനിക്കിത് സാധിക്കുമല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവുക ആ ഒരു സമയത്താണ്. ആ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ കഴിവുകളും ശക്തി എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ സ്വയം അതിനെ കാണാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന്മാരിൽ 90% ആളുകളും വെറും സാധാരണക്കാരനായിട്ട് ജീവിച്ച് മരിച്ചു പോകുന്നത് അല്ലെ. വിജയിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം 99 വേണമെങ്കിൽ പറയാം അല്ലെ. നമ്മള് കണക്കുകൾ നമ്മള് റോബർട്ട് കിയോസാക്കിന്റെ കണക്ക് പറയുന്ന പോലെ 95% ആളുകളും സാധാരണക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ദിവസവേതനം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, 5% ആളുകൾ മാത്രമേ ബിസിനസ്സുകാരായിട്ടോ അല്ലെങ്കിൽ വലിയ കോടീശ്വരന്മാരായിട്ട് മാറുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? അവർക്ക് ആ ലോകത്തുള്ള ജനങ്ങളിലെ 5% ആളുകൾക്ക് ഇത്തരത്തിൽ മാറി ചിന്തിക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയുള്ളൂ.
അങ്ങനെ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ മാറിയിട്ടുള്ള അത് പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അപ്പൊ ആ ഒരു 5% കയറി കൂടുക, ആ 5%ത്തിലെ ആളുകളുടെ ചിന്താഗതിയിലേക്ക് നമ്മളും എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് ഓരോരോ ട്രെയിനിങ്ങുകളും ഓരോ പ്രോഗ്രാമുകളും നമ്മളുടെ ഉള്ളിലെ അറിവുകളും കോൺഫിഡൻസും വർദ്ധിപ്പിച്ച് നമ്മളെ ഒന്നുമില്ല, ജീവിതത്തിൽ വിജയിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു തീരുമാനമെങ്കിലും അറ്റ്ലീസ്റ്റ്, നിങ്ങൾക്ക് ഒരു അറിവോ കോൺഫിഡൻസോ ഒന്നും വേണ്ട, പക്ഷെ ജീവിതത്തിൽ വിജയിച്ചിരിക്കണം, എന്റെ സ്വപ്നങ്ങൾ എനിക്ക് യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിൽ വിജയിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വളരെ ശക്തമായിട്ട് ഈ ബിസിനസിന്റെ കൂടെ നിൽക്കുക. നിന്ന് കഴിഞ്ഞാൽ ഇതൊരു ട്രെയിനാണ് അല്ലെ, വലിയ ഒരുപാട് ആളുകളെയും വഹിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ഒരു വലിയൊരു ട്രെയിനാണ് അല്ലെ. ഇപ്പൊ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ആ ട്രെയിനിൽ ഇരുന്നാൽ മതി, നമ്മൾ എവിടെ എത്തും? ഡൽഹിയിൽ എത്തിയിരിക്കും. അതേപോലെ ഇതും നിരവധി സാധാരണക്കാരെ വിജയികളാക്കുന്ന അല്ലെങ്കിൽ അവരെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ ആ വണ്ടിയിൽ കയറി ഇതിന്റെ ഇടയിൽ ഇറങ്ങി പോവാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തീർച്ചയായിട്ടും സാക്ഷാത്കരിക്കും. അതിനു വേണ്ട എല്ലാ സിസ്റ്റങ്ങളും സൗകര്യങ്ങളും ആ ട്രെയിനിൽ അല്ലെങ്കിൽ ആ വണ്ടിയിൽ കമ്പനി നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിനിന്റെ ഭാഗമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പോകുന്ന ആളായിട്ട് അതിന്റെ അവസാനം വരെ ഉണ്ടാവും എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ഏതൊരാൾക്കും വിജയിക്കാം. ചിലപ്പോൾ അതിന് സമയം എടുത്തേക്കാം അല്ലെ. ചിലപ്പോൾ ചില ആളുകൾ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് വലിയ റാങ്കിലേക്ക് എത്തിയേക്കാം. ചില ആളുകൾക്ക് ഒരു 4-5 വർഷങ്ങൾ വേണ്ടി വരിക അല്ലെ. ചില ആൾക്ക് ചിലപ്പോൾ 10 വർഷം വേണ്ടി വന്നേക്കാം. എങ്കിൽ കൂടിയും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു 10 വർഷം എടുത്തിട്ട് ITSC റാങ്ക് എത്തിക്കഴിഞ്ഞാൽ പോലും 1,20,00,000 ബക്ക് പൊട്ടാണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ലേ? ഇതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു 10 വർഷം എടുത്തിട്ട് ITC റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 9ാമത്തെ നമ്മുടെ 12ാമത്തെ പ്രസ്റ്റീജിയസ് റാങ്കാണ് ITC റാങ്ക് എന്ന് പറയുന്നത്. ITC റാങ്ക് എത്തുമ്പോൾ 10 കോടി മാച്ചിങ് ആയി. 1,20,00,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് 12% നോക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. വേറെ ഏത് മേഖലയിൽ നമ്മൾ 10 വർഷം വർക്ക് ചെയ്താൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു വരുമാനം വരും? നമ്മൾ ചിന്തിച്ചു നോക്കുക. അതിനുവേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പാട് ചെയ്യണം. അപ്പൊ ഇതെല്ലാം തിരിച്ചറിവില്ലാതെ, ഇത് മനസ്സിലാക്കാതെയാണ് പല ആളുകളും ഇത് വിട്ടിട്ട് പിന്നെയും സാധാരണ കൂലിപ്പണിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്കോ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ ആളുകളിലേക്ക് കറക്റ്റ് കണക്കുകൾ പ്രകാരം എത്തിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ള ഒരു പുതിയ സമൂഹം, പുതിയൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാട്ടും വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന വലിയ അവസരമാണ് നമ്മളുടെ കൈകളിലേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആവേശവും എനർജിയും നമ്മൾ ഓരോ ദിവസവും കാണിക്കണം. നമ്മൾ ഡെയിലി എണീക്കുമ്പോൾ ഇന്ന് പുതിയ ആളുകളെ, കഴിഞ്ഞ കഥകളും കഴിഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉപേക്ഷിക്കുക. നമ്മുടെ മനസ്സ് ഫ്രഷ് ആയിരിക്കണം എപ്പോഴും. നമ്മൾ ഫ്രഷ് ആയിട്ട് പുതിയ ആളുകൾക്ക് ആവേശത്തോടെ എക്സൈറ്റ്മെന്റോട് കൂടി ഈ അവസരം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഏറ്റെടുക്കുന്നുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കാം, പക്ഷെ നമ്മളുടെ ആവേശത്തോടുള്ള എനർജിയോടുള്ള ഒരു പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും വളരെ ആവേശത്തോടു കൂടി ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ മുൻവിധികളൊക്കെ ഇതിൽ അപ്രസക്തമാണ്. ഈ ബിസിനസ് ആരെ ഏറ്റെടുക്കുന്നോ, ആരായിരിക്കും ഇതിൽ വിജയിയാവുക എന്നുള്ളതൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ആളുകളിലേക്ക് അവസരം എത്തിക്കാം. ഇതിൽ ആരാണ് വിജയിക്കുക, ഏറ്റെടുക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ നല്ല കഴിവുകളുണ്ട്, സ്കില്ലുണ്ടല്ലോ, അവർ വന്ന അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അവർ ഈ അടുത്ത കാലത്തൊന്നും ചിലപ്പം വരാൻ ചാൻസ് ഇല്ല. നമ്മൾ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ നഷ്ടപ്പെടുത്തുന്ന എന്താണ്? ഇതിലൂടെ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ള കഴിവ് കുറഞ്ഞ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ട് നിൽക്കുന്ന പല ആളുകളും നമ്മുടെ ചുറ്റും അയൽപ്പക്കത്തും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ അവരെ നമ്മൾ ഫോക്കസ് ചെയ്യാത്തത് കാരണം, നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യാത്തത് കാരണം അവർ ഈ ബിസിനസ്സിലേക്ക് വരാതിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന എന്താണ്? നമുക്ക് കിട്ടാവുന്ന വലിയ സെയിൽസും വലിയൊരു ടീമിനെയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ചേരുന്ന ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിശ്വസിച്ചുകൊണ്ട്, എല്ലാവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മനസ്സിലാക്കിക്കൊണ്ട് ഡെയിലി ഒരു 3-4 ആളുകൾക്ക് പുതുതായിട്ട് ഈ ഒരു അവസരം പറഞ്ഞു കൊടുക്കാനും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വലിയ റാങ്കിലേക്ക് പെട്ടെന്ന് തന്നെ എത്തി. ഈ വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഈ ഒരു മേഖലയിലല്ലാതെ മറ്റൊരു മേഖലയിലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് വർക്കിംഗ് അവർ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ
500, 1000 ആളുകളെ നമ്മളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് വെക്കണം. അവർക്ക് ശമ്പളം കൊടുക്കണം. അതിന് നമുക്ക് എന്ത് വേണം? എന്തായാലും ലക്ഷങ്ങളൊന്നും പോരാ, കോടിക്കണക്കിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ വർക്കിംഗ് അവർ നമുക്ക് വേറെ കിട്ടുകയുള്ളൂ. വേറെ നിങ്ങൾ ഏത് പ്രൊഫഷനോ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ കടക്കുകയാണെങ്കിൽ കോടികൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ വർക്കിംഗ് അവർ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അല്ലെ? ഇപ്പം ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ആള്, ഹോസ്പിറ്റലിന്റെ മുതലാളി ചിലപ്പം ഒരു 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ആയിരിക്കാം. അയാൾക്ക് MBBS കാര്യങ്ങളൊന്നും അറിയണില്ല. പക്ഷെ അയാളുടെ കയ്യിൽ എന്തുണ്ട്? മൂലധനമുണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. ഈ മൂലധനം കൊണ്ട് അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം MBBS MD കഴിഞ്ഞ ഡോക്ടർമാരെ സാലറി കൊടുത്ത് അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ അയാൾക്ക് വർക്കിംഗ് അവർ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് പൈസ മുടക്കാനുള്ളത് കൊണ്ട് ഒരു ഡോക്ടറുടെ വിലയേറിയ അറിവും അദ്ദേഹത്തിന്റെ കഴിവുകളും 24/7 എന്നുള്ള ലെവൽ 24 മണിക്കൂറും കിട്ടുന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണ്ടി വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വർക്കിംഗ് അവർ കിട്ടുമ്പോൾ ഒരുപാട് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ പ്രവർത്തനത്തിന്റെ വർക്കിംഗ് അവർ ആണ് അദ്ദേഹത്തിന് ലാഭമായിട്ട് കിട്ടുന്നത്. അല്ലെ? ഒരു ഹോസ്പിറ്റൽ കേസിന് ഞാൻ പറഞ്ഞു. അതായത് മൂലധനം ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ വർക്കിംഗ് അവർ മേടിക്കാം. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മളാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരു ഇതുപോലെ നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ വർക്കിംഗ് അവർ മേടിക്കാൻ നമുക്ക് ഒരു കറണ്ട് ബില്ല് അടയ്ക്കണ്ട, ഒരാൾക്ക് സാലറി കൊടുക്കണ്ട, ഒരു മെയിൻ്റനൻസ് ചെയ്യണ്ട, ഒന്നും വേണ്ട. അല്ലെ? ഇവിടെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ള കാര്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം വർക്കിംഗ് അവർ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ എന്റെ അപ്ലയൻസ് നോക്കുന്ന സമയത്ത് ആരെയും എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളോ ഒന്നുമല്ല. പക്ഷെ ഞാനിന്ന് അവരുടെ ടീമിലേക്ക് വന്നു. ഇതേപോലെ കോടിക്കണക്കിന് ആളുകൾ ഇനിയും പുറമെ കിടക്കുകയാണ്. അവരൊക്കെ നമ്മളുടെ ടീമിലേക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഈ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് വേണം ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം ഇന്നിപ്പം ഒരുപാട് ആളുകൾ ഈ ഒരു മീറ്റിംഗിൽ ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ ഏകദേശം 324 ആളുകൾ കൂടുതൽ ഈ ഒരു അവസരത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ വ്യത്യസ്തമായിട്ട് ഇതിലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി, ഇതറിയാലോ, ബേസിക്കലി ഇതൊരു ലീഡർഷിപ്പ് ബിസിനസ് ആണ്. നമ്മളൊരു ലീഡറായിട്ട് മാറുകയും നമ്മൾ ഒരു ഐക്കണായിട്ട് ബ്രാൻഡായിട്ട് മാറുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടീമും വലിയൊരു അസറ്റും ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. നമുക്ക് ഉണ്ടാവുന്ന പോരായ്മകൾ എന്തൊക്കെയാണ്, നമ്മളുടെ നെഗറ്റിവിറ്റീസ് എന്തൊക്കെയാണ്, നമുക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ചിലപ്പം നല്ല സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കും, പക്ഷെ നമ്മളുടെ പെരുമാറ്റത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പൊ അത് ചിലപ്പം ആളുകളെ നമ്മളെ എത്തിക്കുന്നതിന് തടസ്സമായിരിക്കും. ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല നമ്മുടെ പെരുമാറ്റങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ നെഗറ്റിവിറ്റീസ് ഒക്കെ ഓരോ പാഠങ്ങളാണ്. ചില ഫീൽഡിൽ പോകുന്ന സമയത്ത് ചില അനുഭവങ്ങളിൽ മനസ്സിലാവും, നമ്മൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കാം അദ്ദേഹം നമ്മുടെ കൂടെ വരാതിരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ആ ഒരു തെറ്റ് തിരുത്തിക്കൊണ്ട് അടുത്ത തവണ വീണ്ടും നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി, പഠിച്ച് മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ വീണ്ടും നല്ല രീതിയിൽ നമുക്ക് ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനും പറ്റും. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ സ്വയം തിരിച്ചറിവും സ്വയം മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വിജയിക്കാൻ പറ്റും. വേറെ ഒന്നും ഇതിൽ ചെയ്യേണ്ടതില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ സമൂഹത്തിൽ നല്ല വ്യക്തിത്വങ്ങളെ, അല്ലെ, നമ്മളുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് റാങ്ക് നമ്മൾ പറയുന്നത് ഡയമണ്ട് റാങ്ക് ആണ്. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രപഞ്ചത്തിൽ ഏറ്റവും വിലയേറിയിട്ടുള്ള ഒരു വസ്തുവാണ്. അതേപോലത്തെ ഡയമണ്ടുകളായിട്ട്, ഏറ്റവും വിലയേറിയ വസ്തുക്കളായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, മൂല്യമുള്ള ആളുകളായിട്ടാണ് നമ്മൾ മാറുന്നത്. അപ്പം ആ മൂല്യത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത്, നമ്മളുടെ ചീത്ത സ്വഭാവങ്ങൾ, മദ്യപിക്കുന്ന അല്ലെങ്കിൽ പുകവലിക്കുന്ന അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റിവെച്ച് നമ്മൾ സ്വഭാവത്തിൽ ഒരു ജമ്മായിട്ട്, ഒരു എന്താ പറയാ, ഇത് രത്നമായിട്ട് നമുക്ക് മാറാനുള്ളൊരു ടെൻഡൻസി അറ്റ്ലീസ്റ്റ് പതുക്കെ ആയിക്കോട്ടെ, അത് പെട്ടെന്ന് നടന്നോളന്നില്ല, പക്ഷെ ആ ഒരു മാറ്റം നമ്മൾ സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവൻ ഇങ്ങനെയൊക്കെ മാറ്റം വന്നു, ഈ ഒരു മേഖലയിലൂടെ അവൻ ഇത്രയൊക്കെ മാറ്റങ്ങളാണ് വന്നത്, അവൻ ഇത്രയൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി. ഈ ഒരു ചിന്താഗതിയാണ് മറ്റുള്ളവരിലേക്ക് ഈ ബിസിനസ് എത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, മറ്റുള്ളവരുടെ മാറ്റങ്ങൾ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളിത് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ചെയ്തു പോവാണെന്നല്ല. നമ്മുടെ ചുറ്റിലുള്ള ഒരുപാട് ആളുകൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ മാറ്റങ്ങളെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ആവേശവും നമ്മളുടെ എനർജിയും അവർ ഓരോ ദിവസവും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ചോരാതെ എല്ലാ ദിവസവും എനർജറ്റിക് ആയിട്ട് വളരെ ആവേശത്തോടു കൂടി ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് ടീമും നമ്മളുടെ അസറ്റ് ബിൽഡിംഗ് എല്ലാം നടക്കുന്നത്.
അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാവുക, മാറാൻ തയ്യാറാവുക. ഇങ്ങനെ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടതെല്ലാം ദൈവം കൊണ്ടുതരും. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നമ്മളെല്ലാം വിചാരിച്ച് ഇറങ്ങിയതുകൊണ്ട് എല്ലാം നടന്നോളന്നില്ല. ഈശ്വര വിശ്വാസത്തോട് കൂടിയിട്ട് എല്ലാം ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ദൈവം ഉണ്ടാക്കി തരും. അപ്പം ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ബിസിനസ് നമുക്ക് ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ അയാള് നമ്മളുടെ പരിചയക്കാരോ നമ്മളുടെ സുഹൃത്തുക്കളോ ആയിരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ആളെടുത്ത് നമ്മൾ പോകുന്നില്ലല്ലോ. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബേസ്ഡ് ബിസിനസ് ആണ്. നമ്മളുടെ സ്വന്തക്കാര് നമ്മളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ്, അല്ലെ? അല്ലാണ്ട് ഓരോരോ വീടുകളിലും കയറി ഇറങ്ങി ഇത് വിൽക്കാനോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാനോ നടന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല. നമ്മൾ ചെയ്യേണ്ടത് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഒരാളോട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം നോക്കുന്നുണ്ടാവുക നമുക്ക് ഇതിൽ എത്രമാത്രം അറിവുണ്ട് എന്നുള്ള കാര്യമാണ്. നമ്മളിപ്പം വലിയ ലീഡേഴ്സിനെയോ നമ്മൾ അച്ചീവേഴ്സിനെയോ കൊണ്ടിട്ട് നമ്മുടെ സുഹൃത്തിനെയോ ബന്ധുക്കളെ എടുത്തു പോയി. നമ്മൾ അവർക്ക് കാര്യങ്ങളും പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തു, ഒക്കെ ഇഷ്ടപ്പെട്ടു, കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. പക്ഷെ അവര് നോക്കുന്നുണ്ടാവുക നമുക്ക് ഇതിൽ എത്രമാത്രം വിശ്വാസമുണ്ട്, നമ്മൾ ഇത് നാളെ ഇത് മുന്നോട്ട് കൊണ്ടുപോവോ, നമ്മൾ ഇത് ഏറ്റെടുക്കുവോ. നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ഇപ്പൊ ഞാൻ ഈ എന്റെ പ്രൊഫഷൻ ഒരു ടീച്ചിങ് മേഖല ഉപേക്ഷിക്കാൻ കാരണം തന്നെ ഇതിന്റെ കാര്യങ്ങളും അറിവുകളൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ എന്തിനാ അത് ചെയ്യണം? നമ്മളെ മറ്റുള്ളവരൊക്കെ നമ്മൾ പോകുമ്പോൾ ചെന്നത് ചോദിക്കുന്ന കാര്യമാണ്, ഇത് ഇത്ര വലിയ അവസരമാണെങ്കിൽ പിന്നെ നീ എന്താ ഇത് ഏറ്റെടുക്കാതെ പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ നമുക്ക് അത്ര വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇതിനെ സീരിയസ് ആയിട്ട് കാണാത്തത് എന്നുള്ള ചിന്ത അവർക്ക് വരും. അപ്പൊ ആ ഒരു ചിന്ത മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ ഇതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച സമയത്ത് എന്റെ ജോലി റിസൈൻ ചെയ്ത് ഇതിനെ ഫുൾ ടൈം ആക്കിയിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താം. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇതല്ലാതെ വേറൊരു മേഖലയും ഞാൻ കാണുന്നില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനൊരു ലൈഫ് ടൈം കരിയർ ആയിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ മറ്റേത് മേഖലയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം 50-60 വയസ്സ് വരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പെൻഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ എല്ലാവരും ഗവൺമെന്റ് ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷെ എന്നറിയാം നമ്മളുടെ ആയുസിനൊന്നും യാതൊരു ഗ്യാരണ്ടി കാര്യങ്ങളൊന്നുമില്ല, അല്ല? ഏത് നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കാം. അപ്പം ഒരു 3-4-5 വർഷം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് അതിന്റെ റിസൾട്ടുകൾ ഒരു പാസീവ് ഇൻകം എന്നുള്ള ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന ഒരു മേഖല ഇതല്ലാതെ വേറെ ഒന്നുമില്ല, അല്ലെ? അപ്പൊ നമ്മള് പണ്ടത്തെ പോലെ 60-70 വയസ്സ് വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചു പോവല്ല. നമുക്കിവിടെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് ആവേശത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ആവേശവും എനർജിയും കണ്ടുകൊണ്ട് നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് ചുറ്റിലുമുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആളുകൾ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് വേണം ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യല്ല. നമ്മൾ എന്ത് കാര്യം ഇപ്പം മറ്റുള്ളവർ നമ്മളെ നോക്കുന്നില്ലെങ്കിൽ കൂടിയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന ചിന്തകളൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തുക. അങ്ങനെ മാത്രമേ നമുക്ക് ശരിക്കും ഗ്രോത്ത് എന്നുള്ള ലെവലിലേക്ക് വളരാൻ പറ്റുള്ളൂ. നമ്മളുടെ സന്തോഷം, നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഏത് പ്രതികൂല സാഹചര്യത്തിലോ അല്ലെങ്കിൽ ആളുകൾ നമ്മളെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒരു മെച്യൂരിറ്റി, ഒരു വിവേകം, നമ്മൾ ശാന്തമായിട്ട് അവരെ കേൾക്കാനും അവർക്ക് കാര്യങ്ങൾ വെറുതെ ദേഷ്യത്തോടു കൂടി സംസാരിക്കാതെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ മിതമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, അല്ലെ? ഒരാൾ തർക്കിക്കാൻ വന്നു, നമ്മൾ അയാളോട് തർക്കിച്ചു കഴിഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി തിരിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അദ്ദേഹവുമായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും അദ്ദേഹം ഒരിക്കലും ബിസിനസ്സിലേക്ക് വരാതിരിക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ അദ്ദേഹം കളിയാക്കുമ്പോൾ നമ്മൾ ചിരിച്ചു കൊടുക്കുക, അദ്ദേഹം പറയുന്നത് ശരി എന്നുള്ള രീതിയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മളോടുള്ള ഇഷ്ടം തോന്നും, ഒരു അനുകമ്പ തോന്നും. ഇങ്ങനെ തോന്നുന്ന സമയത്ത് കൂടുതൽ ആളുകൾ നമ്മളോട് അസോസിയേറ്റ് ചെയ്യാനും നമ്മുടെ ടീമിലേക്ക് വരാനും സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവർക്കും ഈ ബിസിനസ് ശക്തമായിട്ട് ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ ചെയ്ത് വലിയ വരുമാനങ്ങളും വലിയ സ്വപ്നങ്ങളും നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനുള്ള ശക്തി സർവേശ്വരൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ.